സന്നിഹിതരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികൾ പാലിക്കേണ്ട മര്യാദകളും അവര് അവലംബിക്കേണ്ട നിയമങ്ങളും വളരെ വിശദമായി പല അധ്യായങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഖുർആനിലെ പ്രമേയം മനുഷ്യനാണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ഖുർആനിലെ ചില അധ്യായങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തോന്നും അധ്യായത്തിലെ പരാമർശ വിഷയം ഉറുമ്പോ തേനീച്ചയോ പശുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കാരണം ചില അധ്യായങ്ങളുടെ പേർ ആ അർത്ഥത്തിലുള്ളതാണ്. തേനീച്ച എന്നൊരധ്യായം, ഉറുമ്പ് എന്ന വേറധ്യായം, സ്പൈഡർ അല്ലെങ്കിൽ അൽ അൻകബൂത്ത് ചിലന്തി അത് മറ്റൊരധ്യായമാണ്. അതുപോലെ ഭൂകമ്പം അത് മറ്റൊരധ്യായമാണ്. ആ അധ്യായങ്ങളുടെ ഒക്കെ പേര് കേൾക്കുമ്പോൾ തോന്നും പ്രകൃതിപരമായ എന്തോ ചർച്ചകളായിരിക്കാം അധ്യായത്തിലെന്ന്. പക്ഷെ അതെല്ലാം ചർച്ചയ്ക്ക് വരാനുള്ള കാരണം ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് അതെല്ലാം വിഷയങ്ങളാണ്. അതൊക്കെ അവന്റെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ അവന്റെ ഭൗതിക ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവൻ ബന്ധപ്പെടേണ്ട കാര്യങ്ങളായതുകൊണ്ട് അതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയാണ് ഖുർആന്റേത്. പ്രമേയം മനുഷ്യൻ, ഹ്യൂമൻ ബീങ് എന്ന് പറയുന്ന മനുഷ്യനാണ്. മനുഷ്യനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഖുർആന് പറയാനുള്ളത്. മനുഷ്യൻ എന്നാണ് ഖുർആന്റെ ചർച്ച, മുസ്ലിം എന്നല്ല. മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും മറ്റു ജനവിഭാഗങ്ങളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയുമല്ല ഖുർആൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ പിന്തുണയും ആഭിമുഖ്യവും കൂടുതൽ ഉണ്ടാകുമെങ്കിലും ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ ആശയത്തെ പഠിക്കാൻ മുന്നോട്ട് വരില്ല. അവർ മാറി നിൽക്കും. നമ്മുടെ ലക്ഷ്യം അവരെ ദൂരെ നിർത്തൽ അല്ല, അവരെ അടുത്തേക്ക് വിളിക്കലാണ്. അവർ അടുത്തേക്ക് വരികയും നമ്മുടെ ആദർശം അവർ പഠിക്കുകയും അവർ യോജിക്കുമെങ്കിൽ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ആശയത്തെ അവർ സ്വീകരിക്കുകയും വേണം എന്നതാണ് ഇസ്ലാമിക സമൂഹം എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഈ ഒരു നിലപാട് ഉള്ളതുകൊണ്ട് തന്നെ നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഖുർആന്റെ സൗന്ദര്യം എന്നതാണ്. ഖുർആന്റെ സൗന്ദര്യം പല രൂപത്തിൽ നമ്മളൊക്കെ കണ്ടതാണ്, കാണുന്നതാണ്, കേട്ടതാണ്, കേൾക്കുന്നതാണ്, അനുഭവിച്ചതാണ്, അനുഭവിക്കാൻ ബാക്കി കിടക്കുകയാണ്. ഖുർആന്റെ സൗന്ദര്യം ഏത് രൂപത്തിലാണ് ഖുർആന്റെ സൗന്ദര്യം നിലകൊള്ളുന്നത്? ഖുർആന്റെ സൗന്ദര്യം നമ്മുടെ ഈ ചുരുങ്ങിയ ജീവിതത്തിനിടയിൽ നാം എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആ ഖുർആന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ നമ്മൾ എന്താണ് വേണ്ടത്? അതെല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിൽ വിശ്വാസികളുടെ അടയാളങ്ങളായി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം കൊടുവള്ളിയിൽ നടന്ന പ്രഭാഷണത്തിൽ പരാമർശിച്ചതുകൊണ്ട് അൽ മുഅ്മിനൂൻ അധ്യായത്തിലെ ആ ഭാഗങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നില്ല. അതുപോലെ വിശ്വാസിയുടെ അടയാളങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവന്റെ വാക്കുകളും ചലനങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ ക്രമീകരിക്കുക എന്നത്. ആ വിഷയവും അൽ മുഅ്മിനൂൻ പശ്ചാത്തലമാക്കി പ്രഭാഷണം നടത്തിയതുകൊണ്ട് അത് രണ്ടുമല്ലാത്ത
ഈ പ്രഭാഷണത്തിന്റെ മൊത്തം പ്രഭാഷണങ്ങളുടെ 3-ാം ദിവസമായ ഇന്ന് നാം ഇവിടെ അൽ മുഅ്മിനൂൻ അധ്യായം പശ്ചാത്തലമാക്കി തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയമാണ് ഖുർആന്റെ സൗന്ദര്യം. ഖുർആന് സൗന്ദര്യമുണ്ട് എന്ന് ആദ്യമായി നാം സമ്മതിക്കണം. ഖുർആൻ ഒരു പീഡനമല്ല. ഇസ്ലാം പീഡനത്തിന്റെ മതമല്ല. ഇസ്ലാമും ഖുർആനും ആരെയും വിഷമിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമേ അല്ല. ചിലപ്പോഴൊക്കെ ചില ആളുകൾ ദൂരെ നിൽക്കുമ്പോൾ അവർക്ക് തോന്നും ഇസ്ലാമിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ ഭാരമാണ് എന്ന് അവർക്ക് തോന്നും. റമദാനിലെ 30 ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു യുവാവിനോട് ഇതര മതസമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി ചോദിക്കുന്നു, ഇനി നിങ്ങൾക്ക് 30 ദിവസം ഫാസ്റ്റ് എന്ന പേരിലുള്ള വ്രതമാണല്ലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളമോ ഭക്ഷണമോ ലഭിക്കാതെ സംസാരത്തിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ജീവിതം ഒരു കഷ്ടപ്പാട് തന്നെയല്ലേ എന്ന് ഒരു അമുസ്ലിം ചോദിച്ചാൽ വ്രതമനുഷ്ഠിക്കുന്ന ഒരു യുവാവിന്റെ മറുപടി എന്താണ്? അവൻ വളരെ അഭിമാനത്തോടുകൂടി പറയുന്ന മറുപടി, വ്രതം ഒരു ഭാരമേ അല്ല, ഇതെന്റെ ശരീരത്തിന് സുഖം നൽകുന്നു, ഇതെന്റെ മനസ്സിന് ആനന്ദം പകരുന്നു. എന്റെ ഭക്ഷണ രീതിയിലൊക്കെ കുറെ തകരാറുകൾ ഉണ്ടായിരുന്നു, അത് പുനഃക്രമീകരിക്കുക എന്നത് ഈ നോമ്പിലൂടെ എനിക്ക് സാധിക്കും. എന്റെ പ്രവർത്തനങ്ങൾക്കും വാക്കുകൾക്കുമെല്ലാം ഒരു നിയന്ത്രണവുമില്ലാത്ത ഒരവസ്ഥാവിശേഷം ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട്. അതെല്ലാം ഒന്ന് ലിമിറ്റ് ചെയ്ത് സെൽഫ് കൺട്രോളിംഗ്, എനിക്ക് എന്നെ നിയന്ത്രിക്കുവാനുള്ള ഒരു പാകത ഈ വ്രതത്തിലൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കും എന്ന് പറയുമ്പോൾ ആ വ്രതം ഒരു പീഡനമാണ് എന്ന് കരുതിയ വ്യക്തി അയാളുടെ ധാരണ തിരുത്തുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷം മുൻപ് എന്റെ പരിചയത്തിലുള്ള ഒരു അമുസ്ലിം സഹോദരൻ റമദാനിലെ എല്ലാ ദിവസങ്ങളിലെയും വ്രതം അനുഷ്ഠിക്കുകയുണ്ടായി. വ്രതം, റമദാനിലെ നോമ്പ് അള്ളാഹു ഒരു ഇബാദത്തായി സ്വീകരിക്കണമെങ്കിൽ ആ വ്രതം അനുഷ്ഠിക്കുന്നവൻ മുസ്ലിം ആയിരിക്കണം. മുസ്ലിം ആയാൽ മാത്രം പോരാ, റമദാന്റെ നോമ്പ് ആകണമെങ്കിൽ റമദാനിലെ നോമ്പ്, നാളത്തെ നോമ്പ് നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമദാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല എന്ന ആശയം നിയ്യത്ത് ചെയ്താൽ മാത്രമേ അത് ഇസ്ലാമിലെ ഇബാദത്തായ വ്രതം ആവുകയുള്ളൂ. പക്ഷേ ഈ വ്രതാനുഷ്ഠാനത്തിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ അവരും അവരുടേതായ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഗൾഫ് നാടുകളിലും കേരളത്തിലും പലയിടങ്ങളിലും ഇതുപോലെ വ്രതം എടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വ്രതാനുഷ്ഠാനം ഒരു പീഡനമേ അല്ല. ഇസ്ലാമിലെ ഒരു ആചാരവും പീഡനമല്ല, പ്രയാസം അല്ല. ലൈസ അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, മതത്തിൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസവും വെച്ചിട്ടില്ല. ഒരു പ്രയാസവും മതത്തിന്റെ ഒരു ആരാധനയിലും കാണുകയില്ല. മറിച്ച് ഇസ്ലാമിന്റെ മുഴുവൻ ആശയങ്ങളും ഒരു എൻജോയ്മെന്റ് ആയിട്ടാണ് നാം കാണേണ്ടത്, ഒരു ആസ്വാദനമാണ്. ഭക്ഷണം കഴിക്കുന്നത് ഭാരമാണോ? അങ്ങനെ ആർക്കും തോന്നാറില്ല. ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ ഒരാൾ പറയുന്നു കഴിയൂല, അത് പ്രയാസമുള്ള പരിപാടിയാണ്, നിങ്ങൾ വേറെ ആരോ വിളിച്ചോ, ഞാൻ വരൂല. അല്ല, ഒന്ന് വന്ന ഉപകാരമായിരുന്നു, കഴിയൂല, തിന്നാൻ കഴിയൂല എന്ന് സാധാരണഗതിയിലുള്ള ആരും പറയാറില്ല. പിന്നെ പ്രത്യേക ചില കേസുകളിൽ അങ്ങനെ പറയേണ്ടി വരും. അവിടെ ക്ഷണത്തിന് പീഡനം എന്ന് പറയുകയും ചെയ്യും, അവിടെ തിന്നലും ഒരു പീഡനമായി മാറുകയും ചെയ്യും. ഇപ്പൊ നാം സംസാരിക്കുന്നത് സാധാരണ മനുഷ്യന്മാരുടെ സാധാരണ അവസ്ഥകളായതുകൊണ്ട് വ്രതാനുഷ്ഠാനം ഭക്ഷണം കഴിക്കുന്നതിലുള്ള എൻജോയ്മെന്റ് പോലെ വ്രതത്തെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇസ്ലാമിലെ നിസ്കാരം, ആ നിസ്കാരം അതിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും നാം പരിശോധിച്ചു നോക്കിയാൽ അത് റിഫ്രഷ്മെന്റിന് വേണ്ടിയുള്ള,
അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആ ക്ഷീണാവസ്ഥകളൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഒരു പുതിയ ജീവൻ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു എൻജോയ്മെന്റ് ആണ്. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞു, ഖുറത്തു ഐനി ഫിസ്സലാഹ്, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് 3 കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 3 കാര്യമാണ് ഏറ്റവും ഇഷ്ടം. ഒന്ന്, ഞാൻ വിവാഹം ചെയ്ത എന്റെ ഭാര്യ. അവൾ നേരത്തെ സൗന്ദര്യമുണ്ടായിരുന്നു, ഇപ്പോൾ സൗന്ദര്യമെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അവൾക്ക് രോഗമാണ്, അവൾ മെലിഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ പോലെ അത്ര സന്തോഷം പലപ്പോഴും തോന്നുന്നില്ല. പക്ഷേ മനസ്സിലുള്ള ആ സംതൃപ്തി അവളെ അറിയിക്കുകയും അവളോടുള്ള ആ സന്തോഷം നമ്മിൽ ഉണ്ടാവുകയും വേണം. അത് നബിയുടെ സുന്നത്താണ്. അതുപോലെ അവിടുന്ന് പറഞ്ഞു മറ്റൊന്ന് സുഗന്ധമാണ്. റമദാന്റെ പകലിൽ സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ്. ആരെങ്കിലും ഉപയോഗിക്കുന്നുവെങ്കിൽ കുറ്റമില്ല. പക്ഷേ ഒരു നോമ്പുകാരന് പടച്ചവൻ കൊടുക്കുന്ന വലിയ ഗ്രേഡുകൾ നോമ്പിന്റെ പകൽ സമയത്ത് കറാഹത്തുകൾ ചെയ്താൽ ആ ഗ്രേഡുകൾ കുറഞ്ഞു പോകും. അല്ലാത്ത ഗതികളിൽ, അല്ലാത്ത സന്ദർഭങ്ങളിൽ സുഗന്ധം അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ ഇഷ്ടമാണ്. മൂന്നാമത് അവിടുന്ന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഏതാണ്? വഖുറത്തു ഐനി ഫിസ്സലാഹ്, നിസ്കാരത്തിൽ എനിക്ക് വല്ലാത്ത ആനന്ദമാണ്. അപ്പോ ഇസ്ലാമിലെ നിസ്കാരം പീഡനമല്ല, ആനന്ദമാണ്. ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്ന വ്രതാനുഷ്ഠാനം ഒരു പീഡനമല്ല, അത് ആനന്ദമാണ്. ഇനി വേറെ ഏത് കർമ്മം നോക്കിയാലും അങ്ങനെയാണ്. ഹജ്ജൊക്കെ നല്ല എൻജോയ്മെന്റ് ആണ്. അത് മതത്തിൻ്റെതായ ആരാധനയുടെ വശം ചില ആളുകളൊക്കെ പോയതുപോലെയാണ് ഇപ്പോൾ ഉള്ളത്. സാധാരണ നിസ്കാരം നോമ്പ് ഒന്നുമില്ലാത്ത ആളും ഹജ്ജിന് പോകാൻ അപേക്ഷ കൊടുക്കുകയാണ്. എന്നിട്ട് വളരെ അഭിമാനത്തോടു കൂടി അയാൾ ടൗണിൽ വെച്ച് പറയുന്നു, ഇപ്രാവശ്യം ഞാനും പോകുന്നുണ്ട്, എനിക്ക് ആ പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് കുറെ കാലമായി വലിയ ആഗ്രഹമാണ്. പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. പടിഞ്ഞാറൻ നാടുകളെ പോലും തോൽപ്പിക്കുന്ന രൂപത്തിലുള്ള വലിയ വലിയ കെട്ടിടങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ട് അതൊക്കെ കാണുന്നത് കൊണ്ട് എനിക്ക് പല ഗുണമുണ്ട്. ഞാനൊരു എഞ്ചിനീയർ ആയതുകൊണ്ട് ബിൽഡിംഗ് നിർമ്മാണ മേഖലയിൽ അതെല്ലാം എനിക്ക് ഉപയോഗപ്പെടുത്താം. അങ്ങനെ ഹജ്ജിലുള്ള ഭൗതികമായ വശങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ആധുനിക സമൂഹത്തിൽ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഹജ്ജിനെ നാം പരിശോധിക്കുമ്പോൾ അതും ഒരു ഭാരമേ അല്ല. അതുകൊണ്ടാണ് 40,000-ത്തിലധികം അപേക്ഷകൾ ഈ പ്രാവശ്യം ഹജ്ജിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. 7,000 മാത്രം പരിഗണിച്ചു. അത് ഒരു പീഡനമാണെങ്കിൽ ഇത്ര കൂടുതൽ അപേക്ഷ വരില്ലല്ലോ. പിന്നെ ഓരോ നാട്ടിലും പള്ളിയിലെ ഉസ്താദ് അല്ലെങ്കിൽ ഇമാമ് ഹജ്ജിന് പോകാൻ ആരെങ്കിലും ഇല്ല, പീഡനമാണ്, വിഷമമാണ്, അല്ല എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാം, ചെറിയൊരു സഹായം എല്ലാവരും. അങ്ങനെ വല്ലാതെ ഉസ്താദ് വിഷമിപ്പിക്കുകയാണെങ്കിൽ, നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ മകനെ വേണമെങ്കിൽ അയച്ച് തരാം, അവന് ലേശം ആരോഗ്യമുണ്ട് എന്ന രൂപത്തിലാണല്ലോ ഈ ഹജ്ജിന്റെ ചർച്ച പോകേണ്ടത്. അങ്ങനെ അല്ല ഉള്ളത്. പിന്നെ ഇസ്ലാമിലെ ഇബാദത്തായ ഹജ്ജ് ആവേശത്തോടുകൂടി പ്രവർത്തിക്കുവാൻ സമൂഹത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. പിന്നെ ഏതാണ് ഒരു പീഡനമായി തോന്നുന്നത്? സാമ്പത്തിക രംഗത്തുള്ള സക്കാത്ത് ആണോ? സക്കാത്ത് പീഡനമേ അല്ല. സക്കാത്തിൽ ഏറ്റവും നല്ലൊരു വശം നോക്കൂ. നിങ്ങളുടെ കയ്യിലുള്ള ആ പണത്തിന്റെ 2.5% നിങ്ങൾ പാവപ്പെട്ടവർക്ക് സക്കാത്തിന്റെ അവകാശികൾക്ക് നൽകിയാൽ അവരിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൽ ലഹും. അത് ആരാണോ നിങ്ങളിൽ നിന്ന് ഇല്ലാത്തവന്റെ കീശയിലേക്ക് എത്തിക്കുന്ന മീഡിയേറ്റർ ആരാണോ, ആ മീഡിയേറ്റർ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? പടച്ചവനെ, വളരെ അധ്വാനിച്ച് സമ്പാദിച്ച പണമാണിത്, എന്നിട്ട് യാതൊരു അധ്വാനവും കൂടാതെ പാവപ്പെട്ടവൻ
റോട്ടിന്റെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് എന്റെ അവകാശം തരൂ എന്ന് പറയുമ്പോൾ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം അവന് നൽകാൻ ഈ പണക്കാരൻ സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവന് വലിയ ഗുണങ്ങൾ ചെയ്യണമേ എന്ന് മീഡിയേറ്റർ പ്രാർത്ഥിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. പള്ളിയിലെ ഖതീബുമാർ ദുആ ചെയ്യുകയാണ്. അപ്പോൾ സകാത്ത് എന്ന് പറയുന്ന ആ നിർബന്ധ ദാനം നൽകുമ്പോൾ അത് നൽകുന്ന മനുഷ്യന് അതിൽ ആനന്ദമേ ഉള്ളൂ. ഒരു ഭാരവും ഇല്ല, ഒരു പ്രയാസവുമില്ല. ഇങ്ങനെ നാം നോക്കുമ്പോൾ ഇസ്ലാമിന്റെ ഏത് ആരാധനയാവട്ടെ അതെല്ലാം സന്തോഷത്തോടുകൂടി ചെയ്യാനുള്ളതാണ്, പുഞ്ചിരിയോടുകൂടി ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ്. എല്ലാം വളരെ സന്തോഷത്തിൽ, യാതൊരു വിഷമമോ പ്രയാസമോ ഇല്ല. പക്ഷേ ചെറിയൊരു പ്രയാസം നമുക്കൊക്കെ എപ്പോഴെങ്കിലും തോന്നുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, അതിന് ചില കാരണങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, പത്രത്തിലൊരു പരസ്യം വരുന്നു. ആ പരസ്യത്തിലുള്ളത് ആർമിയിലേക്ക് ആളെ എടുക്കുന്നു എന്നൊരു പരസ്യം പത്രത്തിൽ വരുന്നു. നേവിയിലേക്ക്, ആർമിയിലേക്ക്, പട്ടാളത്തിലേക്ക് ആളെ എടുക്കുന്നുണ്ട്. അതിർത്തി പ്രദേശത്ത് കാവൽ നിൽക്കുക എന്നതാണ് ജോലി. പത്രത്തിൽ പരസ്യം കണ്ടാൽ നമ്മൾ അപേക്ഷ കൊടുക്കും. ആ അപേക്ഷ പ്രകാരം നമ്മെ വിളിക്കും, അഭിമുഖത്തിന്, ഇന്റർവ്യൂവിന് വിളിക്കും. ആ ഇന്റർവ്യൂവിന് നമ്മൾ ഉദ്യോഗസ്ഥന്റെ മുൻപിലെത്തിയാൽ ഉദ്യോഗസ്ഥൻ ആദ്യമായി നമുക്ക് തരുന്ന ജോലി, നമ്മളോട് പറയുന്ന കാര്യം, പിന്നെ ചെസ്റ്റ് ഒന്ന് അളക്കട്ടെ, ടേപ്പ് ഒന്ന് പിടിച്ച് അളവെടുക്കാനുണ്ട്. പിന്നെ നിങ്ങളുടെ മെസ്സിലി ഒക്കെ ഒന്ന് കാണണം, അതുകൊണ്ട് ഷർട്ട് ഒന്ന് അഴിച്ചാൽ സന്തോഷമായിരുന്നു. ഇവൻ പറഞ്ഞു, അല്പം ബലം പിടിച്ചുകൊണ്ട് പറഞ്ഞു, അതിനൊന്നും കഴിയൂല, വേറെ പല ജോലിയൊക്കെ ഉള്ള ആളാണ്. ഞാൻ പിന്നെ പത്രത്തിലൊരു പരസ്യം കൊടുത്തു, അങ്ങനെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവൻ ഷർട്ട് അയക്കാൻ തയ്യാറായില്ല. അവന്റെ ചെസ്റ്റിന്റെ അളവെടുക്കാൻ അവൻ സമ്മതിച്ചില്ല. ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ മുൻപിൽ അനുസരണത്തോടെ എല്ലാ കാര്യങ്ങൾക്കും തയ്യാറാണ്. രണ്ടാമത്തെ ഊഴത്തിൽ ഉദ്യോഗസ്ഥൻ പറയുന്നു, ഈ തെങ്ങുമ്മലൊന്ന് കയറണം, മരത്തിൽ കയറണം. സാറേ എന്താ പരിപാടി? പട്ടാളത്തിലെ അവിടെ മരം കയറാനുണ്ടാവോ? എക്സ്ക്യൂസ് മീ, അതൊന്നും ചോദിക്കരുത്. പട്ടാളത്തിലേക്കാണ് പോകുന്നത്. ഭാരമുള്ള പല കാര്യങ്ങളും അവിടെ ചെയ്യാനുണ്ടാവും. അതിർത്തിയിൽ നുഴഞ്ഞു കയറ്റക്കാർ വരുമ്പോൾ ഓടേണ്ടി വരും. മറുഭാഗത്ത് ഏതെങ്കിലും തന്ത്രം വരുമ്പോൾ ആ തന്ത്രത്തെ അതിജയിക്കേണ്ടി വരും. അതുകൊണ്ട് ഒന്ന് കയറിയാൽ ഉപകാരമാണ്. 5 മിനിറ്റ് കൊണ്ട് ആ വലിയ മരത്തിന്റെ മുകളിൽ അവൻ കയറി ഇറങ്ങി. അവന് മാർക്കുകൾ സ്കോർ ചെയ്തു. അവനോട് പറഞ്ഞു, 400 മീറ്റർ ഓടലാണ് അടുത്ത പരിപാടി. അവൻ പറഞ്ഞു, ഇക്കാലം വരെ ഞാൻ ഓടിയിട്ടില്ല. മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇമ്പോസിന് എഴുതാത്തതിന്റെ പേരിൽ ഒരു ഓട്ടം ഓടിയതിനു ശേഷം പിന്നീട് ഇന്ന് ഓടുകയാണ്. ഉദ്യോഗസ്ഥൻ പറയുന്നു, നിങ്ങൾ എന്ത് വിശദീകരണം പറഞ്ഞാലും ശരി, ഓടാതെ പറ്റില്ല. 400 മീറ്റർ സുഖസുന്ദരമായി ഓടി, അതിലും മാർക്ക് കിട്ടി. ആ മാർക്ക് കിട്ടിയപ്പോൾ അവനെ ആർമിയിലേക്ക് തിരഞ്ഞെടുത്തു. ഇപ്പോൾ അവൻ അതിർത്തിയിലാണ്. 6 മാസത്തിലൊരിക്കൽ വരാറുണ്ട്, വർഷത്തിലൊരിക്കൽ വരാറുണ്ട്. 40 കൊല്ലം സേവനം ചെയ്തപ്പോൾ ഗവൺമെന്റ് അവനെ പെൻഷൻ നൽകുന്നു. അവന്റെ കുടുംബത്തിന് പല ആനുകൂല്യങ്ങളും നൽകുന്നു. ഇതെല്ലാം അവന് കിട്ടാനുള്ള കാരണം വലിയ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ചില പരിശീലനങ്ങൾക്ക് അവൻ തയ്യാറായതുകൊണ്ട് അവന് കിട്ടിയ അംഗീകാരങ്ങളാണ്. ഇതുപോലെ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളിൽ നിസ്കാരവും ഹജ്ജും സക്കാത്തും മാത്രമല്ല, വേറെ കുറെ പരിപാടികൾ, അതും മതത്തിൽപ്പെട്ടതാണ്. അതല്ല, ഈ 5 ആരാധനകളുടെ സത്തയിൽ നിന്ന് മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ്. അതും അവൻ ചെയ്യണം. പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യൽ, റിലീഫ് രൂപീകരിക്കൽ, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കെട്ടിക്കൊടുക്കൽ, കണ്ണില്ലാത്തവന് കൈപിടിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു കൊടുക്കൽ, വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് സാമ്പത്തികമായ സഹായങ്ങൾ നൽകി നല്ല ഇണകളെ ഉണ്ടാക്കി കൊടുക്കൽ, ഇതൊക്കെ ഒരു മുസ്ലിമിന് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ്. അതൊക്കെ ചെയ്യണമെങ്കിൽ കുറെ ത്യാഗം അനുഭവിക്കണം, പ്രയാസങ്ങൾ അനുഭവിക്കണം, പരിശീലനം ആവശ്യമാണ്. ആ പരിശീലനവും ഈ നോമ്പിലൂടെ നമ്മൾ ഇങ്ങനെ ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. നമ്മൾ ആ പരിശീലനത്തിന്റെ കളരിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് പല പ്രയാസങ്ങളും അവന്റെ ജീവിതത്തിൽ വരും.
ആ പ്രയാസമുള്ള ഘട്ടങ്ങളിൽ പതറാതെ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യണമെങ്കിൽ ട്രെയിനിങ് ആവശ്യമാണ്, പരിശീലനം ആവശ്യമാണ്. ആ പരിശീലനത്തിന്റെ തുടക്കത്തിൽ കുറച്ചൊരു ഭാരമുണ്ടാകും. തെങ്ങ് കയറുമ്പോഴുള്ള ഭാരം പോലെ, 400 മീറ്റർ ഓട്ടത്തിന്റെ ഭാരം പോലെ, റമദാനിലെ ആദ്യത്തെ കൊല്ലം നോമ്പ് നോൽക്കുമ്പോ ചെറിയൊരു ഭാരമൊക്കെ തോന്നും. അത് മെല്ലെ മെല്ലെ ഭാരം കുറഞ്ഞ് 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 ഒരു 90 വയസ്സ് പ്രായമുള്ള കിഴവി, സുബ്ഹാനല്ലാഹ്, ആരോഗ്യം പറ്റ ഡൗണാണ്. ആ 90 വയസ്സുള്ള ഉമ്മാമ നമ്മുടെ വീട്ടിൽ നോമ്പ് നോൽക്കുകയാണ്. നമ്മൾ പറഞ്ഞു നോക്കി, അല്ല ഈ നോമ്പ് നിങ്ങൾ നോൽക്കണ്ട, ഡോക്ടർ പറഞ്ഞു നോൽക്കണ്ടെന്നല്ലേ. ആ 90 വയസ്സുള്ള ഉമ്മയുടെ മറുപടി എന്താണ്? ഞാൻ നോൽക്കാതിരിക്കൂല, മരിക്കുകയാണോ മരിച്ചോട്ടെ, നോൽക്കാതെയുള്ള പരിപാടി എന്നോട് പറയണ്ട. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? ഇസ്ലാമിലെ ആരാധനകൾ ഒരിക്കലും തന്നെ പീഡനങ്ങൾ അല്ല, അത് മുഴുവനും എൻജോയ്മെന്റ് ആണ്, ആസ്വാദനമാണ്. ഭക്ഷണം കഴിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാണ്, വായു ശ്വസിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാണ്, വെള്ളം കുടിക്കൽ ജീവിതത്തിന്റെ ഭാഗമാണ്, ഇസ്ലാം മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണ്. അത് വേറെ ഒന്നായിട്ട് കാണരുത്. തറാവീഹ് അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, അതങ്ങനെ നിസ്കരിച്ചു കൊള്ളും. മുന്നിൽ ആരാണ് ഇമാമ്? ഇന്ന് ആരാണെന്ന് അറിയില്ല. കണ്ടിട്ട് തോന്നുന്നത് വലിയ സൂറത്തേതോ തുടങ്ങുന്നതാണ് തോന്നുന്നത്. അള്ളാഹു കാക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് കൂടിയതാണ്. പക്ഷേ അത് 2 ദിവസമേ ഭാരമുള്ളൂ. 3-ാമത്തെ ദിവസം അവൻ ചോദിക്കുകയാണ്. ഖുർആൻ കംപ്ലീറ്റ് ഓതുന്ന നല്ലൊരു ഹാഫിളായ ഇമാമിന്റെ കീഴിൽ നിസ്കരിക്കാൻ പൂതിയുണ്ട്. എവിടെ കിട്ടും അങ്ങനെ ഒരു ഇമാമിനെ? ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇസ്ലാമിക സമൂഹം ഉള്ളത്. സഹോദരന്മാരെ, അതുകൊണ്ട് വിശുദ്ധമായ മതം പീഡനമല്ല, അതിന് സൗന്ദര്യമുണ്ട്. ഇസ്ലാമിന്റെ മുഴുവൻ ആചാരങ്ങൾക്കും സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ മതത്തെ ആവിഷ്കരിച്ചിട്ടുള്ളത് സുന്ദരനായ, എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ, എല്ലാ നന്മയും ഒത്തിണങ്ങിയ ഒരു തമ്പുരാനായ റബ്ബാണ്, അള്ളാഹുവാണ് ഈ മതത്തെ കൊണ്ടുവന്നത്. ഒരു നല്ല കലാകാരന്റെ വീട്ടുമുറ്റത്ത് ഏതെങ്കിലും ഒരു നല്ല കല എന്തായാലും ഉണ്ടായേ തീരൂ. ഒരു കലാപകാരിയുടെ വീട്ടിന്റെ മുറ്റത്ത് എന്തെങ്കിലും കലാപങ്ങളും അവിടെ ഉണ്ടാകും. വീട്ടിലെന്നും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ആ വീട്ടിൽ എപ്പോഴെങ്കിലും കയറിയാൽ ഒടിഞ്ഞ പൊട്ടിയ കസേര കാണാം. അത് അയാളെ കലാപത്തിന്റെ ഒരു ഭാഗമാണ്. മെനയാന്ന് ഭാര്യയെ കസേര കൊണ്ട് എറിഞ്ഞതാണ്, അങ്ങനെ പൊട്ടിക്കിടക്കുകയാണ്. ഇനി ഏതെങ്കിലും പൊട്ടിയ കസേര ഏതെങ്കിലും വീട്ടിൽ കാണുമ്പോഴേക്ക് കുടുംബനാഥൻ കലാപകാരിയാണെന്ന് വിധിക്കാനല്ല ഞാൻ പറഞ്ഞത്, മറ്റു കാരണങ്ങൾ കൊണ്ടും കസേര പൊട്ടാവുന്നതാണ്. അപ്പൊ ഒരു കലാപകാരി, അവൻ എപ്പോഴും കലാപങ്ങളുമായിട്ടാണ് അവന്റെ ബന്ധം ഉണ്ടാവുക. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അല്ലാഹു ജമീലാണ്, അല്ലാഹു എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയവനാണ്, അവന് വൈകല്യങ്ങളില്ല. അല്ലാഹുവിന് വൈകല്യങ്ങളില്ല. അല്ലാഹു ഖാദിറാണ്, അല്ലാഹു സമീആൻ, അല്ലാഹു ബസീറാൻ, അല്ലാഹു ഹയ്യാണ്, അല്ലാഹു മൗജൂദാണ്, അല്ലാഹു ബാഖിയാണ്. അള്ളാഹുവിന്റെ 20 വാജിബായ സിഫത്തുകൾ, അള്ളാഹുവിന്റെ മുസ്തഹീലായ 20 സിഫത്തുകൾ, ആ സിഫത്തുകൾ മാത്രം നോക്കിയാൽ അള്ളാഹുവിന്റെ ഭംഗി കാണാം. അള്ളാഹുവിന്റെ സൗന്ദര്യം നമുക്കറിയാം. ഞാൻ സൗന്ദര്യം, ഭംഗി എന്നൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അത് മൊത്തത്തിൽ അതിന്റെ ഒരു പദം പറയുന്നു എന്നല്ലാതെ സൃഷ്ടികളെ സംബന്ധിച്ച് പറയുന്ന സൗന്ദര്യമോ ഭംഗിയോ അല്ല അള്ളാഹുവിലേക്ക് ചേർത്തേണ്ടത്. ചേർത്താൻ പറ്റിയ മലയാള ശബ്ദങ്ങൾ ഇല്ലാത്ത വിഷമം നമ്മളൊക്കെ അനുഭവിക്കുകയാണ്.